തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മാവ് നമുക്കൊക്കെ പരിചയമുള്ള ഒരു വിഷയത്തെ ഓർമ്മപ്പെടുത്തുവാനും പഠിപ്പിക്കുവാനും ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥമൊക്കെ ഉള്ളവർ അത് തുറന്ന് നമുക്കൊരുമിച്ച് ഈ വചനം പഠിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 12. വചനം ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു വിഷയം, മാതാപിതാക്കളെ ബഹുമാനിക്കുക. പുറപ്പാട് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഈ വചനം അല്പം കൂടെ മനോഹരമായി തൊട്ടടുത്ത പുസ്തകം നിയമാവർത്തന പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. 2 പ്രസക്തമായ കാര്യങ്ങൾ ഈ വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നീ ദീർഘനാൾ ജീവിച്ചിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ചോദ്യം, നിനക്ക് ഈ ഭൂമിയിൽ ദീർഘനാൾ ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടോ? പ്രത്യേകിച്ച് ഈ മഹാമാരിയൊക്കെ വന്നപ്പോൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ? നമ്മുടെയൊക്കെ ജീവൻ ഒന്ന് നിലനിർത്താനുള്ള ശ്രമമാണ്. ഈ ഭൂമിയിൽ ഇനിയും ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹമാണ്. ഇതാ ദൈവം നിന്നോട് ചോദിക്കുന്നു, ഈ ഭൂമിയിൽ നിനക്ക് ദീർഘനാൾ ജീവിച്ചിരിക്കണമെങ്കിൽ നീ എന്തു ചെയ്യണം? നീ ചെയ്യേണ്ട കാര്യം, നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവരെ ശുശ്രൂഷിക്കുക. രണ്ടാമത്തെ കാര്യം, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി. എന്ന് പറഞ്ഞാൽ, നീ ആയിരിക്കുന്ന ദേശത്ത് നിനക്ക് സന്തോഷം വേണ്ടേ? സമാധാനം വേണ്ടേ? നിന്റെ അധ്വാനങ്ങൾക്ക് ഫലം വേണ്ടേ? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? നിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകർ അവർ പറയുന്നുണ്ട്, അച്ഛാ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യം, ഈ കാലഘട്ടത്തിൻ്റെ ഒരു തിന്മ പോലെ യുവതലമുറയുടെ ഇടയിൽ അവരുടെ തലയ്ക്കകത്ത് ഒരു തെറ്റായ ചിന്ത കടന്നു വരുന്നുണ്ട്. അതായത്, കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടേതായ ഒരു കംഫർട്ട് സോണിലേക്ക് അവർ മാറുന്നു. ചെറുക്കനും പെണ്ണും കല്യാണം കഴിഞ്ഞു, പിന്നീട് അവരൊരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ആരംഭിക്കുന്നു. ശല്യമാണെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റുന്നു. അത് അപ്പനാവാം, അമ്മയാവാം, കുടുംബത്തിലെ പ്രിയപ്പെട്ടവരാവാം. അവരെയൊക്കെ മാറ്റി അവരുടേതായ ഒരു ലോകം അവർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഒരു കംഫർട്ട് സോൺ. ഒഴിവാക്കപ്പെടുന്നത് മിക്കവാറും മാതാപിതാക്കളാണ്. നാളുകൾക്ക് മുമ്പ് കണ്ണുനീരോടെ ഒരമ്മ എൻ്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഈ അമ്മയെ കാണുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇടവക ദേവാലയത്തിനോടടുത്ത് അമ്മമാരെ നോക്കുന്ന ഒരു അഭയ സങ്കേതമുണ്ട്. ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സാണ് ഇത് നടത്തുന്നത്. ഈ അമ്മമാരെ ആ സിസ്റ്റേഴ്സ് പൊന്നുപോലെയാണ് അവിടെ സംരക്ഷിക്കുന്നത്. അവിടെയുള്ള അമ്മമാർ ഒട്ടുമുക്കാലും പേരും കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടവരാണ്, ആരുമില്ലാത്തവർ. അപ്രകാരമുള്ള അമ്മമാരുടെ കൂട്ടായ്മ. ഒരമ്മ സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി അച്ഛാ. ഞാൻ ചോദിച്ചു,
എന്ത് തെറ്റാണ് അമ്മയ്ക്ക് പറ്റിയത്? അപ്പോൾ അമ്മ നിറകണ്ണുകളോടുകൂടെ പറയുകയാണ്, അച്ഛാ, എനിക്കൊരു മകനേ ഉള്ളൂ, ഞാൻ അവനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി, ഇതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഞാൻ പറഞ്ഞു, മകനെ പഠിപ്പിക്കുന്ന തെറ്റാണോ? വളർത്തി വലുതാക്കുന്ന തെറ്റാണോ? അത് തെറ്റല്ല, പക്ഷേ ഇന്നെനിക്ക് തെറ്റായിട്ട് തോന്നുന്നു. കാരണം മകൻ ജനിച്ച് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അവൻ്റെ അപ്പൻ നഷ്ടപ്പെട്ടു, മരിച്ചുപോയി. അതിനുശേഷം ഇവനെ വളർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. എനിക്കൊരു മറ്റൊരു കല്യാണം കഴിക്കാമായിരുന്നു, പക്ഷേ എനിക്ക് ഇവനെ വളർത്താനുള്ള സ്നേഹം കൊണ്ട് ഇനി മറ്റൊരു വ്യക്തി വന്നാൽ ഇവന് വേണ്ടത്ര കരുതൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയം കൊണ്ട് ഞാൻ ഈ മകനു വേണ്ടി മാത്രം ജീവിക്കുകയായിരുന്നു. സാമ്പത്തികമായി സുസ്ഥിതിയൊന്നുമില്ല. അടുത്തുള്ള വീടുകളിലൊക്കെ പോയി ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാണ് ഞാൻ ഈ മകനെ പഠിപ്പിച്ചത്. മകൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. അങ്ങനെ അവനെ പഠിപ്പിച്ച് വളരെ വലിയ ഒരു നിലയിലെത്തി. അവനൊരു ജോലി കിട്ടി, കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി. വന്ന പെണ്ണ് അവളുടേതായ കുറേ ചിന്തകൾ എൻ്റെ മകനിലേക്ക് അവനെ പറഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങി. പല കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യം ഇങ്ങനെയാണല്ലോ. അമ്മയോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ പിന്നീട് ഭാര്യ വേണോ അമ്മ വേണോ എന്നുള്ള അസ്വസ്ഥതയിൽ ഈ മക്കൾ ചില തെറ്റായ നിലപാടുകൾ എടുത്തു പോകും. അപ്രകാരം ഒരു നിലപാടിൻ്റെ ഒരു ഫലമാണ് ഈ അമ്മ. ഈ മകനും മകൻ്റെ ഭാര്യയും കൂടി ഒരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അമ്മയുടെ സ്ഥാനം ഇപ്പോൾ വേണ്ട. കാരണം ഞങ്ങളുടെ സ്വകാര്യത, ഞങ്ങളുടെ കംഫർട്ട് സോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നു മാത്രമല്ല, വന്ന പെണ്ണ് ഇങ്ങനെ പറഞ്ഞെന്നാണ് ഈ അമ്മ പറയുക. അതായത് അവരുടെ പത്രാസിനൊന്നും ഈ അമ്മ ചേരുന്നില്ല. ഈ വാക്കാണ് ഈ അമ്മ പറഞ്ഞത്. അവരുടെ പത്രാസിനൊന്നും, അവരുടെ രീതിക്കൊന്നും ഈ അമ്മ മാച്ചാവുന്നില്ല. ഈ അമ്മ പാവപ്പെട്ട അമ്മ, കഷ്ടപ്പെട്ട അമ്മ. ഈ അമ്മയ്ക്ക് പ്രായമായി തുടങ്ങി എന്ന് മാത്രമല്ല, ഈ അമ്മയുടേതായ കുറവുകളൊന്നും കടന്നു വന്ന് ഈ മകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ മകളുടെ ഗമയ്ക്കനുസരിച്ച് ഈ അമ്മ പോരാ. ഒരു സ്ഥലത്തൊക്കെ ഈ അമ്മയും കൂട്ടിക്കൊണ്ട് കൊണ്ടു നടക്കാൻ തന്നെ ഈ മകൾക്ക് നാണക്കേട്. അങ്ങനെ തുടങ്ങി ഓരോരോ പ്രശ്നങ്ങൾ ആരംഭിച്ച് അവസാനം ഈ മകനൊരു തീരുമാനമെടുത്തു. ഭാര്യയെ കൂടെ നിർത്തണം, അമ്മയെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടാക്കണം. അങ്ങനെയാണ് ഈ അഭയസങ്കേതത്തിൽ എത്തിപ്പെട്ടത്. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് തോന്നാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ അല്പം കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഇന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയത്തെ അല്പം കൂടെ മനോഹരമായിട്ട് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. സെൻറ്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേർഡ്സ് 1 ഓൺവേഴ്സ്. വചനം ഇങ്ങനെ പറയുന്നു: കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്ന ആദ്യത്തെ കാര്യം, അപ്പനെയും അമ്മയും സംരക്ഷിക്കുക, സ്നേഹിക്കുക എന്നുള്ളത് ന്യായയുക്തമാണ്, അത് നീതിയാണെന്ന് തന്നെയാണ്. അതിനുശേഷം പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. പൗലോസ്ലീഹ പറയുക, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി വാഗ്ദാനങ്ങളുണ്ടല്ലോ. ഈ വാഗ്ദാനങ്ങളോട് ചേർന്ന് ഒരു കൽപ്പനയുമുണ്ട്. അപ്പോൾ വാഗ്ദാനങ്ങളിലെയും കൽപ്പനകളിലെയും ആദ്യത്തെ ഒന്നാണ് ദാ ഈ കാര്യം: നിനക്ക് ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കണോ? നീ ആയിരിക്കുന്ന ദേശത്ത് നന്മ കൈവരണമോ? എങ്കിൽ എന്ത് ചെയ്യണം? മാതാപിതാക്കളെ സംരക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് പ്രസക്തമായ ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്.
അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് പ്രായമായ അപ്പനെ അമ്മയും ശുശ്രൂഷിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്, ത്യാഗമാണ്. നമുക്കറിയാം, കിടക്കുന്ന ഒരു കിടപ്പ് രോഗി, ആ രോഗിയേക്കാളും ബുദ്ധിമുട്ടാണ് ആ രോഗിയെ ശുശ്രൂഷിക്കുന്ന ഒരവസ്ഥ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കും? നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ആ കിടപ്പ് രോഗിയോട് ചേർന്നാണ് ആയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ താളം, എല്ലാ രീതികളും ആ കിടപ്പ് രോഗിയോട് ബന്ധപ്പെട്ടാണ്. ശുശ്രൂഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇതിൻ്റെ പിന്നിൽ അതിശക്തമായ ഒരു ത്യാഗമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല വ്യക്തികളും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അച്ചോ, പറയാൻ എളുപ്പമാണ്, പക്ഷേ അപ്പനെയും അമ്മയും നോക്കുക എന്നുള്ളത് വലിയൊരു ഭാരമാണ്. കാരണം പ്രായമായ അവരുടെ സ്വഭാവ രീതികളോട് ചേരാൻ വലിയ ബുദ്ധിമുട്ടാണ്. നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിൽ പ്രായമായ മക്കളെ മകൻ നോക്കുന്നില്ല എന്നുള്ള പരാതിയിന്മേൽ ആ കുടുംബത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ചെന്നു. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ആ പ്രദേശത്തെ വലിയൊരു നേതാവെന്ന് കരുതുന്ന മകനാണ്. അപ്പനെ അമ്മയെ നോക്കത്തില്ല, നാട്ടുകാരുടെ കാര്യമൊക്കെ നോക്കാനായിട്ട് നല്ല മിടുക്കാണ്. അപ്പോൾ ഈ മകൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ഈ മകനോട് ഞാൻ പറഞ്ഞു, അപ്പനെയും അമ്മയെ സംരക്ഷിക്കണം, അത് കഴിഞ്ഞിട്ട് മതി നിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, നിൻ്റെ സാമൂഹ്യ പ്രവർത്തനം. വീട്ടിലുള്ള അപ്പനെയും അമ്മയും സ്നേഹിക്കണം, ബഹുമാനിക്കണം. അപ്പോൾ അവൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: അച്ഛാ, ഇവരെ നോക്കിയിട്ട് എന്ത് കിട്ടാനാണ്? കാര്യം മനസ്സിലായോ? ഈ പ്രായമുള്ള അപ്പനെ അമ്മയെ നോക്കിയിട്ട് എന്ത് കിട്ടാനാണ്? ആ വ്യക്തിയെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് ഈ കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു ദുഷ്ചിന്തയാണ്. മിക്കവാറും എല്ലാ ബന്ധങ്ങളെയും നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത് കിട്ടും എന്നുള്ളതിനെ ആശ്രയിച്ചു കൊണ്ടല്ലേ. അതല്ലേ കല്യാണ മാർക്കറ്റിൽ നടക്കുന്നത്. കല്യാണം കഴിക്കുമ്പോൾ ഒരു ചെറുക്കൻ പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? സ്ത്രീ ധനം. ഈ നാളുകളിൽ നടക്കുന്ന ഗാർഹിക പീഡന മരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഈ വിഷയം അത്രമേൽ ചർച്ച ചെയ്യപ്പെട്ടില്ലേ? സ്നേഹബന്ധങ്ങളിൽ എന്ത് കിട്ടുമെന്നുള്ള ഒരു കണക്ക് വന്നാൽ പിന്നെ ആ സ്നേഹബന്ധം ഒരിക്കലും നിലനിൽക്കുകയില്ല. അത് ഏത് ബന്ധമായിക്കൊള്ളട്ടെ, കണക്ക് പറയുന്ന ഒരു ബന്ധത്തിൽ, എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ഒരു ബന്ധത്തിൽ സ്നേഹത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അത് കച്ചവടമാണ്. എനിക്ക് എന്ത് കിട്ടും എന്നുള്ള കച്ചവടം. ഈ ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തോട് ചോദിച്ചാൽ, മാതാപിതാക്കളെ ശുശ്രൂഷിച്ചാൽ, സ്നേഹിച്ചാൽ, ബഹുമാനിച്ചാൽ എനിക്കെന്ത് കിട്ടും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥം കൃത്യമായി ഉത്തരം പറയും. പ്രിയപ്പെട്ടവരെ, വായിച്ച് ധ്യാനിക്കേണ്ട വളരെ പ്രസക്തമായ ഒരു വചനഭാഗം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. അത് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം. ബൈബിളുള്ളവരെ തുറക്കുക, നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതിസുന്ദരമായ 10 കാര്യങ്ങൾ, 10 ഗുണങ്ങൾ പ്രഭാഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അക്കമിട്ട് പ്രഭാഷകൻ കൃത്യം വ്യക്തമായി നമ്മളോട് പറയുന്നു: നിന്റെ അപ്പനെയും അമ്മയും നീ സ്നേഹിച്ചാൽ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ലഭിക്കും. നമുക്ക് ഈ 10 കാര്യങ്ങളെ അല്പസമയം വചനത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കാം. അപ്പനെയും അമ്മയും ശുശ്രൂഷിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം. വചനം പറയുന്നു: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കുവാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. ഒന്നാമത്തെ അനുഗ്രഹം, അതായത് നിനക്ക് സുരക്ഷിതനായിരിക്കണമോ? വീട് പണിതു, മതിൽ പണിതു, എല്ലാം സുരക്ഷ എന്ന് നമ്മൾ കണക്കാക്കുന്നു. എന്നാൽ ആത്യന്തികമായ സുരക്ഷ, ദൈവം നൽകുന്ന ഈ സംരക്ഷണം, അതെപ്രകാരമാണ്?
നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സുരക്ഷ ഉണ്ടാവുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അപ്പനെ അമ്മയെയും ശുശ്രൂഷിച്ചാൽ, ബഹുമാനിച്ചാൽ, സ്നേഹിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ ഗുണം നമുക്ക് സുരക്ഷ ലഭിക്കും. രണ്ടാമത്തെ കാര്യമായി വചനം പറയുന്നത് ഇങ്ങനെയാണ്: മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പനെ അമ്മയെയും സ്നേഹിച്ചാൽ നീ ചെയ്യുന്ന എന്താണ്? ദൈവത്തിൻ്റെ ഒരു ആഗ്രഹത്തെ നമ്മൾ പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ സൃഷ്ടകർത്താവിൻ്റെ ആഗ്രഹത്തെ നമ്മൾ പൂർത്തീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടാമത്തെ ഗുണമാണ്. മൂന്നാമത്തെ ഗുണമായി വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വചനം: പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച പാപങ്ങൾ, കുറവുകൾ, ഇതിനൊന്ന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എന്തു ചെയ്യണം? അപ്പനെയും അമ്മയും സ്നേഹിക്കണം. അവരെ എത്രത്തോളം ശുശ്രൂഷിക്കാമോ അത്രത്തോളം ശുശ്രൂഷിക്കണം. നാളുകൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ട ഒരു കുടുംബം, ആ കുടുംബത്തിലെ മകനാണ് ഈ അമ്മയെ നോക്കുന്നത്. അമ്മ കിടപ്പ് രോഗിയാണ്. അമ്മയെ കുളിപ്പിക്കുന്നത്, അമ്മയെ ശുശ്രൂഷിക്കുന്നത്, അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ മകനാണ്. അപ്പോൾ ഈ മകനോട് ഞാൻ സംസാരിച്ചു. ഇത്രത്തോളം ഈ അമ്മയെ ശുശ്രൂഷിക്കാനുള്ള ഈ നന്മ ഇതെവിടുന്ന് ലഭിച്ചു? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? ഞാൻ ആ മകനോട് ചോദിച്ചു, ഇതൊക്കെ ചെയ്യുന്നതിൽ ഒരു മടുപ്പുമില്ലേ? കാരണം ഈ കിടപ്പ് രോഗിയായ അമ്മയെ 24 മണിക്കൂറും ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഈ മകൻ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ മകൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ഇതെങ്കിലുമൊക്കെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യണ്ടേ? എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാലം മുഴുവൻ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കണ്ണുനീര് കൊടുത്തൊരു മകനാണ്. എൻ്റെ കുടുംബത്തിന് ഞാനൊരു ധൂർത്തപുത്രനായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അത്രമേൽ ഞാൻ ഭാരം വരുത്തിയിട്ടുണ്ട്. അത്രമേൽ എൻ്റെ കുടുംബാംഗങ്ങൾ കണ്ണുനീര് കുടിച്ചിട്ടുണ്ട്. ഇന്ന് ആ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് സങ്കടമുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ശുശ്രൂഷ എൻ്റെ പാപങ്ങൾക്ക് ഒരു പരിഹാരമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം ആ സഹോദരൻ പറഞ്ഞ കാര്യം സാക്ഷ്യം വഹിക്കുകയാണ്. വചനം പറയുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ എന്തു ചെയ്യുന്നു? തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. പ്രായശ്ചിത്തം. നാലാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. നിക്ഷേപമാണ്, നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റ്. ബാങ്കിൽ എത്രയുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെയൊക്കെ നിക്ഷേപം അത് ബാങ്കിലല്ലേ? എന്നാൽ അമ്മയെ ബഹുമാനിച്ചാൽ, സ്നേഹിച്ചാൽ അതൊരു നിക്ഷേപമാണ്. അടുത്ത തലമുറയ്ക്ക് ലഭിക്കാൻ പോകുന്നൊരു നിക്ഷേപമാണ്. ഈ തലമുറയ്ക്ക് മാത്രമല്ല, നിത്യം നിലനിൽക്കുന്ന തലമുറയോളം നിലനിൽക്കുന്ന നിക്ഷേപം സ്വന്തം അമ്മയെയും അപ്പനെയും സ്നേഹിക്കുക എന്നുള്ളത്. വീണ്ടും വചനം പഠിപ്പിക്കുന്ന കാര്യം, പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ നമുക്കെന്ത് കിട്ടും? നമ്മുടെ മക്കൾ നമ്മളെ സന്തോഷിപ്പിക്കും. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മക്കൾ ഇന്ന് നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് സ്നേഹക്കുറവുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പെരുമാറ്റം,
പ്രത്യേകിച്ച് മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൻ്റെ കുറവ് കൊണ്ടാണോ? അവരോട് സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാണോ മക്കൾ നിങ്ങൾക്ക് നൽകാത്തത്? ധ്യാന വിഷയമാക്കേണ്ട കാര്യം. അനേക കുടുംബങ്ങളിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ, പ്രത്യേകിച്ച് ചെറുതലമുറയിലുള്ള കുട്ടികളും അപ്പനും അമ്മയും തമ്മിൽ ഭയങ്കര യുദ്ധം. അന്വേഷിച്ച് വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. മിക്കവാറും അവരുടെയൊക്കെ കുടുംബത്തിൽ അവരുടെ പ്രായമായ അപ്പനും അമ്മയുണ്ടാവും. അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, വചനം പറയുന്ന കാര്യം, പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. വീണ്ടും ദാ ആറാമതായിട്ട് പറയുന്നത്, അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അപ്പനെ അമ്മയെ ശുശ്രൂഷിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. ഒരു പക്ഷേ പ്രാർത്ഥിച്ചിട്ടും ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന വ്യക്തിയാണോ നീ? എങ്കിൽ നീ ചിന്തിക്കുക, നിൻ്റെ അപ്പനെ അമ്മയും നീ സ്നേഹിക്കുന്നുണ്ടോ, ശുശ്രൂഷിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കേൾക്കും. വീണ്ടും ഏഴാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നത്, പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിച്ചിരിക്കും. ദീർഘകാലം ജീവിച്ചിരിക്കും. ഈ ദീർഘകാലം എന്ന് പറയുന്ന 100 വയസ്സ് വരെ 200 വയസ്സ് വരെ എന്നല്ല, മറിച്ച് എത്ര വയസ്സ് വരെ നീ ജീവിച്ചിരിക്കുന്നോ അത്രയും നാൾ നീ ആക്റ്റീവായിരിക്കും. ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവർക്ക് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ ഒന്നിനോടൊരു താല്പര്യമില്ല, മരവിച്ച അവസ്ഥ. നീ ജീവിച്ചിരിക്കുമ്പോൾ ജീവനോടെ ആയിരിക്കണം, ആക്റ്റീവായിട്ട് ജീവിക്കണം. അതിനെന്ത് വേണം? വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ദാ വീണ്ടും എട്ടാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന വലിയ ഒരു അഭിഷേകം, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. ഭവനത്തിന് നല്ല അടിത്തറ ഉണ്ടാവും, ബലം ഉണ്ടാവും. വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കില്ലേ, അടിത്തറ ശ്രദ്ധിക്കും. നല്ല ബലം വേണം, എങ്കിലാണ് അതിൻ്റെ മേൽ പിന്നീട് കയറ്റുന്നത്, വെച്ചടി കയറ്റുന്നത്. അടിത്തറ ബലമുണ്ടാവണം. നിന്റെ ഭവനത്തിന് അടിത്തറ നിശ്ചയിക്കുന്നത് എത്രത്തോളം കുടുംബത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വീണ്ടും ഒൻപതാമതായിട്ട് നൽകുന്ന വലിയ ഒരു നേട്ടം, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വചനം, പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. മഹത്വം, നല്ല പേരുണ്ടാവും. നീ നിൻ്റെ അപ്പനെ അമ്മയെ ശുശ്രൂഷിച്ചാൽ, നീ വേറെ ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും നിനക്കൊരു മഹത്വം ഉണ്ടാവും, ഒരു അന്തസ്സുണ്ടാവും. 10ാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം, കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ കഷ്ടതയുടെ കാലഘട്ടമാണ്. ഈ മഹാമാരി വന്നതിന് ശേഷം നമ്മളെല്ലാവരും പല വിഷയങ്ങളിൽ അസ്വസ്ഥരാണ്. എന്നാൽ ഈ അസ്വസ്ഥതയുടെ നടുവിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിന്റെ കഷ്ടതയുടെ നടുവിൽ നിനക്കുള്ള അനുഗ്രഹം എന്താണെന്നറിയോ? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ രഹസ്യം, ഈ 10 അനുഗ്രഹങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ അപ്പനെയും അമ്മയും സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള തീരുമാനം. ഈ പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത്, നീ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചില കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, കുടുംബത്തിൻ്റെ അടിത്തറ ഇളകും. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വചനം. ഇത് സംഭവിക്കുന്നത് ഒരു ഡിസോർഡറാണ്, ക്രമക്കേടാണ്. ഒരു കുടുംബത്തിൻ്റെ അടിത്തറ ഇളകും അപ്പനെയും അമ്മയും ബഹുമാനിച്ചില്ലെങ്കിൽ. രണ്ടാമത്തെ കാര്യം, അപകീർത്തി, ദുഷ്പേര്. 3-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നു, ദുഷ്പേര്, അപകീർത്തി ഉണ്ടാകും. ഒരു കുടുംബത്തിൻ്റെ പേര് നഷ്ടപ്പെടും. നമുക്കൊക്കെ പരിചയമുള്ള അനേക കുടുംബങ്ങൾ നമ്മുടെയൊക്കെ വീടിന് ചുറ്റുവട്ടത്തുണ്ടല്ലോ.
നല്ല പേരുണ്ടായിരുന്ന പുരാതന കത്തോലിക്ക കുടുംബങ്ങളൊക്കെ കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ ചില കുടുംബങ്ങളൊക്കെ നാമാവശേഷമായില്ലേ, വിറ്റുപെറുക്കിപ്പോയില്ലേ? അന്വേഷിച്ചു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, അവരുടെയൊക്കെ കുടുംബങ്ങളിലെ മാതാപിതാക്കളെ വേണ്ടത്ര തരത്തിൽ ശുശ്രൂഷിച്ചിട്ടില്ല. ദാ മൂന്നാമത്തെ കാര്യം പറയുന്നു, ദൈവദൂഷണമാണ്. ദൈവത്തിനെതിരെ പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നത്, പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരാണ്. പ്രിയപ്പെട്ടവർ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മനസ്സിൽ നീ ഒരു കാര്യം തീരുമാനമെടുക്കുന്നു. അപ്പനെയും അമ്മയും സ്നേഹിക്കാൻ, ഉള്ളതുപോലെ സ്നേഹിക്കാൻ. അവർക്ക് പ്രായമാവുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതൊരു വല്ലാത്ത ഭാരമാണ്. പക്ഷേ ആ ത്യാഗം ഏറ്റെടുക്കാൻ നമ്മൾ റെഡിയായാൽ നമ്മുടെ മേൽ ഇത്രയും അനുഗ്രഹങ്ങൾ വന്നു ഭവിക്കും. തലമുറ തലമുറയായിട്ട് അനുഗ്രഹം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇതൊരു ത്യാഗമാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ അച്ഛന്മാരും സിസ്റ്റേഴ്സ് സമർപ്പിതരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അവരൊക്കെ എവിടെയാണ്? പ്രായമായ ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സിനെയും കുറിച്ച് നിങ്ങൾക്കൊരു ശ്രദ്ധയുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ കടമയാണ്. ഈ വിഷയം പഠിക്കുമ്പോൾ ഈ ആത്മീയ കാര്യം കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കണം. പ്രത്യേകിച്ച് പ്രായമുള്ള വൈദികരെക്കുറിച്ചും സിസ്റ്റേഴ്സിനെക്കുറിച്ചും ഒരു കരുതൽ നമുക്ക് ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ അവരായിരിക്കുന്ന വൃദ്ധമന്ദിരങ്ങളിലോ അല്ലെങ്കിൽ അവരായിരിക്കുന്ന സ്ഥലങ്ങളിലോ പോയി അവരെ ഒന്ന് സന്ദർശിക്കുക, അവരോടൊരു സ്നേഹബന്ധമുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഇതൊരു തീരുമാനമാക്കി എടുക്കുക. നിങ്ങളുടെയൊക്കെ ദേശത്തുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ താമസിക്കുന്ന പ്രായമുള്ള വൃദ്ധമന്ദിരങ്ങളിലൊക്കെ പോയി അവരെ ഒന്ന് സന്ദർശിക്കുക, അവർക്കൊരു സ്നേഹം പങ്കിടുക. ഇതൊരു ദൗത്യമാണ്. നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ കർത്താവ് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇത് തന്നെയാണ്. നിന്റെ അപ്പനെയും അമ്മയും നീ സ്നേഹിക്കുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് കുടുംബത്തിൽ ദൂരെയായി ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് കുടുംബമായിട്ട് കഴിയുന്നു, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ അപ്പനെയും അമ്മയും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ പറയും, അത് എൻ്റെ ചേട്ടൻ നോക്കുന്നു, എൻ്റെ അനുജൻ നോക്കുന്നു, എൻ്റെ സഹോദരി നോക്കുന്നു, അവർ നോക്കിക്കോളും, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, പക്ഷെ നിന്റെ കടമ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അതുകൊണ്ടൊരു തീരുമാനമെടുക്കുക. മാതാപിതാക്കളെക്കുറിച്ച് അന്വേഷിക്കുക, സ്നേഹിക്കുക, കൊടുക്കാവുന്നിടത്തോളം സ്നേഹം കൊടുക്കുക, കരുതുക. അത് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകവും കൃപയവും. മറക്കാതെ ഹൃദയത്തിൽ പുറപ്പാട് പുസ്തകം നമ്മളെ പഠിപ്പിച്ച ഈ കാര്യം എന്നും സൂക്ഷിക്കണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, സമർത്ഥമായി ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.